ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്ലീഹക്കാലം 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാലം മുഴുവൻ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈശോയുടെ സുവിശേഷം എല്ലാവരോടും പറയാൻ കടപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിൽ അത് കൈകാര്യം ചെയ്യണം, അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ള അടിസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ 1-ാമത്തെ വായന പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈ ഹോറേബ് മലയിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ടിങ്ങനെ ഈജിപ്തിൽ ചെന്ന് ഫറവോയോട് ഇന്നതൊക്കെ പറയണം, എൻ്റെ ആളുകളെ വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞ് ദൗത്യമേൽപ്പിക്കുകയാണ്. അപ്പോൾ മോശയും ദൈവവും തമ്മിലൊരു വാദപ്രതിവാദം. മോശ പറയുന്നത്, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, ഞാൻ ആരാണ്, ഫറവോയോട് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ, മാത്രമല്ല എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, വിക്കുണ്ട്, ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു, നിൻ്റെ സഹോദരനായ അഹ്റോൻ നിൻ്റെ പ്രവാചകനായിരിക്കും. ഫറവോയ്ക്ക് നിന്നെ ഞാൻ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. അതായത് ദൈവം സംസാരിക്കുന്നത് പോലെ നീ ഫറവോയോട് സംസാരിക്കണം. പേടിക്കേണ്ട കാര്യമില്ലെന്നർത്ഥം. കാരണം ഞാൻ നിന്നിലുണ്ട്, ഞാനാണ് നിന്നിലൂടെ സംസാരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കൊള്ളുക. ഇനി നിനക്ക് സംസാരിക്കാൻ കഴിവില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് നിൻ്റെ ചേട്ടനുണ്ട്, നിന്നേക്കായി 3 വയസ്സ് മാത്രമേ അവന് മൂപ്പുള്ളൂ, ഏകദേശം നിന്നെപ്പോലെ തന്നെയാണ്. പക്ഷെ അവന് സംസാരിക്കാൻ നല്ല കഴിവുണ്ട്. അവൻ നിൻ്റെ പ്രവാചകനായിരിക്കും. ഇതിനു മുമ്പ് ദൈവം പറഞ്ഞത് അവൻ നിൻ്റെ വക്താവായിരിക്കുമെന്ന്. അതായത് ഈ പ്രവാചകന്മാർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുൻകൂട്ടി പറയുന്നവരല്ല, ദൈവത്തിൻ്റെ വക്താക്കളാണവർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ. ദൈവം പറയേണ്ട കാര്യങ്ങൾ മനുഷ്യരോട് ചെന്ന് പറയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ്. അങ്ങനെ ദൈവം മോശയിലൂടെ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ മോശയ്ക്കത് പറയാൻ തുടങ്ങുമ്പോൾ വിക്കാണെങ്കിൽ മോശയുടെ പ്രവാചകനായിട്ട് അഹ്റോൻ ചെന്നുകൊള്ളും. ഇവിടെ നമ്മൾ ഓർക്കണം, മോശ ഇളയവനാണ്. മോശയുടെയും അഹ്റോൻ്റെയൊക്കെ മൂത്തവളാണ് മിറിയാം. കാരണം ആ മിറിയാമാണല്ലോ ഈ മോശ ഇങ്ങനെ നൈൽ നദിയിൽ നിന്ന് ഫറവോയുടെ മകളെടുക്കുമ്പോൾ ഓടിച്ചെന്ന് ഇവന് മുല കൊടുക്കാനൊരു കുട്ടിയെ ഒരു അമ്മയെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവൾ മൂത്തവളാണ് മിറിയാം. അതിൻ്റെ താഴെയാണ് അഹ്റോൻ. 3 വയസ്സ് മോശയേക്കാൾ കൂടുതൽ, അന്ന് 83 വയസ്സ്. അപ്പോൾ പിന്നീട് മോശ വരുന്നു, മോശയ്ക്ക് 80 വയസ്സ്. അങ്ങനെ ഈ ചേട്ടനെ ആക്കുകയാണ് മോശയുടെ പ്രവാചകനായിട്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എപ്പോഴും മൂപ്പളവ് നോക്കിയിട്ടൊന്നുമല്ല. ദാവീദിനെ തിരഞ്ഞെടുത്ത്, ദാവീദിൻ്റെ മൂത്ത ചേട്ടന്മാർ ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ല, കിഷിൻ്റെ മക്കളെ. അവസാനം ആടിനെ മേച്ചു നടന്ന അവനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല എന്നർത്ഥം. നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു രഹസ്യമാണിത്. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതായത് ദൈവത്തിൻ്റെ കഴിവാണ് ഇവരിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. അല്ല, അവർ വലിയ കഴിവുള്ളവരാണെങ്കിൽ അവർ തന്നെ വിചാരിക്കും, ആളുകളും വിചാരിക്കും എൻ്റെ കഴിവ് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ധ്യാനഗുരുക്കന്മാരൊക്കെ ചെയ്യുന്നത് എന്താണ്? അവരുടെ കഴിവല്ലത്. അവർ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അവരിലൂടെ ദൈവം പ്രവർത്തിക്കാനുള്ള ഒരവസരമുണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് നമുക്കൊക്കെ സാധ്യമാണ്. നമ്മളൊക്കെ ദൈവത്തോട് നിരന്തരമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ അഹ്റോനെ മോശയുടെ പ്രവാചകനാക്കുകയാണ്. നമ്മൾ വിചാരിക്കും അതുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനാണ്, എനിക്കാണ് സ്ഥാനം തരേണ്ടത് എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം ഏൽപ്പിക്കുന്നത് ഏൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹ്റോനോട് പറയണം. ഫറവോ തൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിൻ്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കട്ടെ. ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും. ഞാൻ ഈജിപ്തിനെതിരെ കൈ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ച് കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മോശയിലൂടെ അഹ്റോനിലൂടെയൊക്കെ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഫറവോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം. ദൈവം പ്രവർത്തിക്കുന്നത് വ്യക്തികളിലൂടെയാണ്. വെറുതെ ഇങ്ങനെ ഒരു ഇടിമുഴക്കം പോലെ, ഇടിമിന്നൽ പോലെ വന്ന് ഫറവോയെ കൊല്ലുകയല്ല ചെയ്യുന്നത്, അല്ലെ അവരുടെ ആദ്യജാതരെല്ലാം കൊല്ലുകയല്ല ചെയ്യുന്നത്. മനുഷ്യരിലൂടെയാണ്. ആദ്യം ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കുകയാണ്, നീ ഇങ്ങനെ വിടണം, ദൈവമാണിത് കൽപ്പിക്കുന്നതെന്നൊക്കെ പറയും. ഫറവോ വിടിയല്ല. അവസാനം ദൈവം അവരെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രവാചകന്മാരായിട്ട് തീരണം. നമുക്ക് കഴിവൊക്കെ കുറവായിരിക്കും, പക്ഷെ നമുക്ക് പറ്റുകയില്ലെങ്കിൽ മറ്റുള്ളവരതുപോലെ പറയാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കുന്ന ചേട്ടന്മാരെ ആണെങ്കിലും ചേച്ചിമാരെ ആണെങ്കിലും അനിയത്തിയാണ് ഏൽപ്പിക്കുന്നതെങ്കിലും അത് നമുക്ക് ഏൽക്കാൻ സാധിക്കണം. നീ അനിയനാണ്, നീ അനിയത്തിയാണ്, അതുകൊണ്ട് ഞാനാണ് പറയുക, അങ്ങനെയല്ലത്. ദൈവം അവനിലൂടെയാണ് സംസാരിക്കുന്നത്, അവളിലൂടെയാണ് സംസാരിക്കുന്നത്. അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയണ്ടേ? അല്ലെങ്കിൽ ഇപ്പോൾ
സ്ത്രീയാണ് സംസാരിക്കുന്നത്, പുരുഷനാലിലൂടെയാണ് ദൈവം സംസാരിക്കുക എന്നൊക്കെ വാശി പിടിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ വീട്ടിൽ അമ്മച്ചിയായിരിക്കാം കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത്, അപ്പോൾ അമ്മച്ചി പറഞ്ഞ് കേൾക്കണ്ടേ? ഈ സമൂഹത്തിൽ അതുതന്നെയാണ്. ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത്, അവരെ സ്വീകരിക്കേണ്ടത്, നമ്മൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? ബൈബിളിൽ പ്രവാചകന്മാരെക്കുറിച്ച് പറയും, അവരുടെ അടുത്തേക്കൊക്കെ മറ്റുള്ളവർ ഐക്യപ്പെടും ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട്. അതുകൊണ്ട് ഈ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഈ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ, സ്ത്രീ എന്ന പുരുഷെന്ന ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെയും മഹത്വം നിശ്ചയിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മളൊക്കെ ഒരു സ്ത്രീ വിരുദ്ധ സമൂഹത്തിൽ ജീവിക്കുന്ന പോലെ തോന്നാം നമുക്ക്. അതുപോലെ ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്നൊരു സമൂഹത്തിൽ ജീവിക്കുന്നതായിട്ടൊക്കെ തോന്നാം. നമ്മുടെ സുവിശേഷ പ്രഘോഷണം അത് പരാജയപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക, ദൈവം ആരിലൂടെയും പ്രവർത്തിക്കും. അത് ഇന്നിപ്പോൾ വൈദികരിലൂടെ മാത്രമല്ല, അൽമാരുടെ അല്ലാത്തവരിലൊക്കെ പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു വക്താവായിരിക്കാനുള്ള കുത്തക എനിക്കാണ് എന്ന് പറഞ്ഞ് ആരും പ്രത്യേകിച്ച് വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. രണ്ടാമത്തെ വായന കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തപ്പെടുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നുവെങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെപ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്. ഞങ്ങളീ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, ഇത് വെളിപ്പെടുത്തിന് വേണ്ടിയിട്ടാണ് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്താ ഈ നിധി? അത് ഈ വിശ്വാസം എന്ന് പറയുന്ന നിധിയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണം, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന ആ നിധി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മൺപാത്രങ്ങളിലാണ്. അത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതെപ്പോഴും പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന ഒന്നാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ പറയും ഈ ദൈവവിളി, നമ്മുടെ വൈദിക സന്യസ്ത ജീവിതത്തിലേക്കുള്ള വിളിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് പറയാറുണ്ട്. ഫുൾട്ടൻ ജേഷൻ എന്ന് പറയുന്ന വിശുദ്ധനായ പിതാവ് മെത്രാൻ, അമേരിക്കൻ മെത്രാൻ, അദ്ദേഹം മൺപാത്രങ്ങളെ നിധി എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വൈദികരെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്, പൗലോസ് പറയുന്നത്. അതുപോലെ ഈ സുവിശേഷ പ്രഘോഷണത്തിലുള്ള ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ഈ നിധി എവിടെയാണ്? നമ്മളാകുന്ന മൺപാത്രങ്ങളിലാണ്. നമ്മൾ വളരെ ഫ്രജൈലാണ്, അതിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്നവരാണ്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മളിലുള്ള ഈ നിധിയെ കൈകാര്യം ചെയ്യണം എന്നർത്ഥം. അതുകൊണ്ട് നമ്മളെല്ലാ വിധത്തിലും പീഡിപ്പിക്കപ്പെടുമ്പോഴും ഓർക്കുക, ഈ നിധി അങ്ങനെ നമ്മൾ പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന മൺപാത്രത്തിലാണ് ഉള്ളത്. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, നിരന്തരമായിട്ട് അവിടുത്തെ വചനം വായിച്ച് ഉൾക്കൊള്ളണം. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വാക്കുകളെയും ചെയ്തികളെയും നമ്മുടെ പ്രതികരണ ശൈലികളെയെല്ലാം നിയന്ത്രിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള മൺപാത്രങ്ങളാണ്. നമ്മൾ വലിയ ധ്യാനപ്രസംഗനാണെന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ല. അതും പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന കേവലം മൺപാത്രം മാത്രമാണ് ധ്യാനപ്രസംഗൻ. വലിയ കൗൺസിലിംഗ് നടത്തുന്ന ആളാണ് എന്നും പറയാം. പക്ഷേ അവിടെയും പെട്ടെന്ന് നമുക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു ബിഷപ്പാണ്, ഞാനും ഇതുപോലെ തന്നെയാണ്. ഞാനാകുന്ന മൺപാത്രം ഏത് നിമിഷവും പൊട്ടിപ്പോകാം. അതിനൊരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് ബലഹീനതകളുണ്ട്. വീണു പോകാനായിട്ട് ഇത് സമയമൊന്നും വേണ്ട. ചരിത്രം നമ്മളെ അതെല്ലാം ഒരുപാട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു വരുന്നത്, ഈ നിധി നമ്മൾ മൺപാത്രങ്ങളായ നമ്മളിലാണ് എന്നുള്ള ചിന്ത നിരന്തരമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തണം. അങ്ങനെ മാത്രമേ നമുക്കിതിനെ കാത്തു സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഒരുപാട് തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. ആ കടന്നു പോകുമ്പോഴൊന്നും നമ്മൾ ഭഗ്നാശരാകരുത്. പ്രത്യുത ഇതിലൂടെയെല്ലാം നമ്മൾ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് ഈ പറയുന്നത്. സുവിശേഷം, മത്തായി സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. വീണ്ടും ഈ മൺപാത്രത്തിൻ്റെ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ,
അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെ മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളെല്ലാം നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. വീണ്ടും പറയും, സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയൊക്കെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ മൺപാത്രങ്ങളിലുള്ള നിധികളാണ്. അതുമായിട്ടാണ് നടക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങനെ? ചെമ്മരിയാടുകളെ പോലെ. ചെന്നായുടെ മുമ്പിൽ ചെമ്മരിയാട് വളരെ ഫ്രജൈലാണ്. ചെമ്മരിയാട് പാവം, അതിനെ ഓടിച്ചിട്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് ചെന്നാൽ ഉടനെ പിടിക്കാം ഇവന്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഈ നിധിയും വഹിച്ചുകൊണ്ട് പോകുന്നവർ മൺപാത്രങ്ങളാണ്. നമ്മൾ പോകുമ്പോൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം, അതുപോലെ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം. നമ്മൾ പ്രതികാരം ചെയ്യാനൊന്നും പോകരുത്. പക്ഷെ നമുക്ക് ബുദ്ധിയും ബോധം തന്നിട്ടുണ്ട് ദൈവം. നമ്മൾ പലപ്പോഴും എന്താ പറയുന്നത്, അത് ദൈവം നോക്കിക്കൊള്ളും. അങ്ങനെയല്ല. ദൈവം നമുക്ക് ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൗത്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഈ വചനത്തിൽ കൃത്യമായിട്ട് പറയും. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാതെ അത് ചെയ്യാതെ എല്ലാം ദൈവം ചെയ്തുകൊള്ളും, ദൈവം സഹായിക്കും എന്ന് പറഞ്ഞ് നടന്നാൽ ദൈവം സഹായിക്കില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ വിവേകമുള്ളവരാണ്. അതുപോലെ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം. ഈ സർപ്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? സർപ്പത്തിന് ചെവി കേൾക്കാൻ പറ്റുകയില്ല. അത് കേൾക്കുന്നത് തരംഗങ്ങളാണ്. നമ്മൾ ഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ അതെങ്ങനെ അറിയുന്നത്? ആ ഭൂമിയിൽ അതിൻ്റെ നാക്കുകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കും. നിങ്ങൾ കണ്ടിട്ട് പാമ്പിങ്ങനെ എപ്പോഴും നാക്ക് നീട്ടിക്കൊണ്ട് നടക്കുന്നത്. അതിൻ്റെ കാരണം ഈ നാക്കിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ തരംഗങ്ങളെ പാമ്പ് തിരിച്ചറിയുന്നത്. അങ്ങനെ ദൂരേന്ന് തന്നെ പാമ്പിന് ഈ ഭൂമിയിലൂടെ വരുന്ന തരംഗങ്ങൾ, നമ്മൾ കാല് ചവിട്ടുമ്പോഴാണ് ആ സ്വരം, അത് തിരിച്ചറിയാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ പാമ്പ് ഓടി രക്ഷപ്പെടും. നിവൃത്തികേട് വന്നാൽ മാത്രമേ അത് ഏറ്റത് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുള്ളൂ. പാമ്പ് കടിക്കുന്ന വാസ്തവത്തിൽ നമ്മളോട് വിരോധം ഉണ്ടായിട്ടല്ല, അതിന് പേടിച്ചിട്ടാണത്. കാരണം എന്താണ്? അതിനെ ഉപദ്രവിക്കും, കൊല്ലും എന്നുള്ള പേടി കൊണ്ടാണത് ഉപദ്രവിക്കുന്നത്, അല്ലാതെ അതിന് നമ്മളോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മൾ ഇപ്രകാരം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ ചെമ്മരിയാടുകളെ പോലെ ഐക്യപ്പെടുമ്പോൾ ഈ പാമ്പിൻ്റെ ഒരു വിവേകം നമുക്കുണ്ടാകണം. നമ്മൾ എങ്ങോട്ടാണ്? എല്ലാവരും 100% ഉടനെ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുപോലെ ദൂരെ നിന്ന് തിരിച്ചറിയാൻ കഴിയണം. അവർ തൊട്ടടുത്ത് എത്തിയിട്ടല്ല, അതിനു മുമ്പേ തന്നെ നമുക്ക് ഈ തരംഗങ്ങളെ തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ സമൂഹത്തിലൊക്കെ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മൾ പലരും പറയും ഞങ്ങളാരും കാണുകയല്ല, അത് കണ്ടാൽ നമ്മുടെ മനഃശാന്തി പോകും. ശരിയാണ്, അത് മനഃശാന്തി പോകും, ഉറക്കം വരാതിരിക്കും. പക്ഷേ അതിലൂടെ എല്ലാം വരുന്ന ഒരു തരംഗമുണ്ട്. ഈ ശത്രുവിൻ്റെ കാൽപാദങ്ങൾ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ അതിന് പരിഹാരം കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് വിവേകം തന്നിട്ടുണ്ട്. അതിനർത്ഥം അവരോടെല്ലാം പ്രതികാരം ചോദിക്കണമെന്നുള്ളതല്ല, നമ്മൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം. പക്ഷേ ഈ വിവേകമില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇന്ന് സഭാസമൂഹത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഈ പാമ്പിനെ പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിൽ കാണും, നമ്മൾ മരത്തെ അല്ലെങ്കിൽ എന്താണ്, അവർ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാണ്. പ്രവർത്തിക്കാനായിട്ട് വിട്ടുകൊടുക്കരുതെന്നർത്ഥം. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്? നമ്മളിങ്ങനെ ഈ ഒട്ടകപ്പക്ഷിയെ പോലെ മണലിൽ തലയും താഴ്ത്തിരിക്കുകയാണ്, അല്ലെ പൂച്ച പാല് കുടിക്കുന്ന പോലെ കണ്ണടച്ച് പാല് കുടിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്നില്ല എന്നുള്ള ചിന്ത, ഒരു വ്യർത്ഥ ചിന്ത, മിഥ്യാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെയല്ല. ഈ ലോകം നമ്മളെ എപ്പോഴും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈശോയുടെ ശിഷ്യഗണത്തെ, ഈശോയുടെ സന്ദേശത്തെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം എങ്ങനെയാണ് വരുന്നത്? ആ വരുന്ന തരംഗങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, പലപ്പോഴും അന്തർദേശീയ സംഘടനകളുണ്ട്. അതിലൂടെയൊക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് LGBT അല്ലെങ്കിൽ സെയിം സെക്സ് മാരേജ്, അങ്ങനെ ലിവിങ് ടുഗദർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സമ്പത്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. സമ്പത്തില്ലാത്തവനൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ AI പോലുള്ള കാര്യങ്ങളുണ്ട്. അതിലൂടെ എല്ലാവരും ശ്രമിക്കുന്നത് എന്താണ്? ഈ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് അങ്ങനെ ദൈവത്തെ ഇല്ലാതാക്കാൻ തന്നെയാണ്. ദൈവത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മളെ ഇല്ലാതാക്കാൻ പറ്റുമവർക്ക്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ AI ഒക്കെ ഉപയോഗിച്ച് കുട്ടികൾ വേദപാഠത്തിനുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഈ ദൈവത്തെ ഇല്ലാതാക്കാൻ നടക്കുന്നവർ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടാൻ പോവുക. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ആധുനിക ലോകത്തിൽ ഇങ്ങനെയുള്ള വികാസങ്ങളുണ്ടാകുമ്പോൾ അതിനകത്ത് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങിച്ചെല്ലുകയും നമ്മളുടെ ഭാഗം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഈ
പാമ്പിൻ്റെ ആ ഒരു വിവേകം നമുക്കില്ല എന്ന് പറയേണ്ടി വരും. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നതാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല, അത് നമുക്ക് വേണ്ട, അല്ലെ നമ്മളതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ഇങ്ങനെയാണ് പലപ്പോഴും പറയുക. അങ്ങനെയുള്ള കാര്യങ്ങൾ അപകടകരമാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ വിജാതിയുടെ കോടതികളിലേക്കൊക്കെ നയിക്കപ്പെടും, പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. വെറുതെ വെളിപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ വായനയിലൂടെ അറിവിലൂടെ എല്ലാം വെളിപ്പെടുത്തി തരുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ വിവേകികളായിട്ട് സർപ്പങ്ങളെ പോലെ നടന്ന് ഈ പറയുന്ന ഉദാഹരണമായിട്ട് ഡിജിറ്റൽ ഡെവലപ്മെൻറ്റ് ഇതിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കിട്ടുക. ദൈവം ഇങ്ങനെ ഒരു സുപ്രഭാതം വെളിപ്പെടുത്തി തരുന്നതല്ല. പലരും അങ്ങനെയാണ് ചിന്തിക്കുക. ഇന്ന് നമ്മൾ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മീഡിയയിലൂടെയാണ് ഇങ്ങനെയുള്ള തരംഗങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ മക്കൾക്ക് വാണിംഗ് കൊടുക്കാൻ കഴിയണം. അതുപോലെ അവർക്ക് അതിനൊരു മറുമരുന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിൻ്റെ സാഹചര്യം എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കുഞ്ഞാടുകളെ പിടിക്കുന്ന ചെന്നായ്ക്കളുടെ ഇടലായി പോകും. ആ കുഞ്ഞാടുകളെല്ലാം ഇല്ലാതായി തീരുകയും ചെയ്യും. അതുകൊണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷപ്പെടുന്നത്. അവസാനം വരെ സഹിച്ചു നിൽക്കണം. നമുക്കിതിനകത്ത് ഒരു യുദ്ധത്തിൽ എന്നാൽ 2 ദിവസം വിശ്രമിക്കാമെന്ന് പറയാൻ പറ്റുകയില്ല. യുദ്ധം നടക്കുമ്പോൾ ആർക്കും വിശ്രമിക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്കറിയാലോ പഴയ നിയമത്തിൽ ദാവീദിൻ്റെ കഥ. ബർശബായെ പ്രാപിച്ച ദാവീദ് ബർശബായുടെ ഭർത്താവായ ഊറിയായെ കൊണ്ടുവരുന്നു. പട്ടാള മേധാവിയാണ്, യുദ്ധത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. എന്നിട്ട് അവനെ കള്ളു കുടിപ്പിച്ച് അവൻ്റെ കുട്ടിയാണ് ദാവീദിൻ്റെ കുട്ടിയാകുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഊറിയ പറഞ്ഞു, പ്രഭോ ഞാൻ പോകില്ല, യജമാനെ ഞാൻ പോകില്ല. കാരണം യജമാൻ്റെ പട്ടാളക്കാർ, എൻ്റെ കീഴിലുള്ള പട്ടാളക്കാർ യുദ്ധം ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ വന്ന് കള്ളു കുടിച്ച് ഭാര്യയോട് കൂടി രമിക്കാണ് സാധ്യമല്ല. ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ രമിക്കാനൊന്നും നേരമില്ലെന്നാണ് ഈ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ മക്കളെ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കണം. അപ്പോൾ അവസാനം വരെ നമ്മൾ സഹിച്ചു നിൽക്കണം. ഈ ഊറിയായെ പോലെ. ഊറിയ പ്രജാതിക്കാരനാണ്, ദാവീദാണ് ഇസ്രായേൽ വംശത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവാണ്. അപ്പോൾ ഇങ്ങനെ പ്രജാതിക്കാർ പോലും പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. പിന്നെ ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുക. നമ്മളങ്ങനെ ചെയ്യേണ്ടതല്ലാതെ മറ്റവരെല്ലാം കൊല്ലാൻ നിൽക്കരുത്. നമുക്ക് കഴിയുന്നത്ര ഓടിപ്പോവുക, രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. കർത്താവ് പറയുന്നു, നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. കർത്താവിനെ കള്ളനെന്നും കൊള്ളക്കാരനെന്നൊക്കെ വിളിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൂടുതലായിട്ട് വിളിക്കും. അതിനകത്ത് അത്ഭുതമൊന്നും കാണേണ്ട കാര്യം. ഇന്ന് ലോകത്തിൽ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുമ്പോൾ നമ്മളാരും അത്ഭുതപ്പെട്ട കാര്യമില്ല. ഇതെല്ലാം നേരത്തെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട് ലോകാവസാനം വരെ. അതാണല്ലോ കർത്താവ് പറഞ്ഞു നിർത്തിയത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സ്ലീഹക്കാലത്ത് നമ്മളോട് കർത്താവ് പറയുന്ന ഈ കാര്യം, നിങ്ങൾ പേടിക്കാതെ പുരമുകളിൽ നിന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുക. ആരെയും ഭയപ്പെടരുത് നിങ്ങൾ, കാരണം ഞാനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കർത്താവിൻ്റെ ആ സാന്നിധ്യം നമുക്ക് ധൈര്യം നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.